അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ജോലിയായിരിക്കും ഇത്. ഇതിനുശേഷം ഞാനൊരു ബിസിനസ്സുകാരനായി മാറും എന്ന് തീരുമാനം എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. കൊറോണ സമയം, ആ റിസഷൻ സമയത്തൊക്കെ എന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്നുള്ള രീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് വരുന്നത്. നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും ദുബായ് റിയൽ എസ്റ്റേറ്റിലെ അവസരങ്ങൾ നോക്കി ഞങ്ങളെപ്പോലുള്ള അറിയുന്ന ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. കാരണം ഇത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നാട്ടിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നതിനെക്കാട്ടിയും ഒരു 3 ഇരട്ടിയെങ്കിലും ഇവിടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സെയിൽ കൊണ്ട് നിർത്തേണ്ടതല്ല, നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പം ഹാപ്പിയായ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യേണ്ടതും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ സംരംഭക മോഹികൾ നിരവധിയാണ്. ചിലരുണ്ട് സംരംഭത്തിലേക്ക് നേരിട്ട് എടുത്തു ചാടുന്നവർ, ചിലരുണ്ട് ഒരു തൊഴിൽ ചെയ്ത് അതിലൂടെ പല കാര്യങ്ങൾ പഠിച്ച് അവിടെ മികവ് പുലർത്തി അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സംരംഭം തുടങ്ങി വിജയിക്കുന്നവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് ചേക്കേറി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്തുക, അവിടുത്തെ ഏറ്റവും മികച്ച പെർഫോമർ ആവുക, അതിൻ്റെ പാർട്ട്ണറായി തീരുക, പിന്നീട് സ്വന്തമായി ഒരു കർമ്മമേഖല കണ്ടെത്തി അതിൽ വിജയിക്കുക, സ്വപ്നതുല്യമാണ് ഈ ജേർണി. എന്നോടൊപ്പം മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൻ്റെ ഈ ഹോട്ട് സീറ്റ് ഇരിക്കുന്നത് അജ്നാസ് കാരപ്പറയാണ്. അജ്നാസ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് താങ്കളെ എൻ്റെ ഈഗിൾ ബിസ്കോൺ സീസൺ 4 വേദിയിൽ വെച്ച് കണ്ടുമുട്ടാനും ഈ ഹോട്ട് സീറ്റിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ കുറ്റ്യാടിയാണ്. ജനിച്ച വളർന്നതൊക്കെ തലശ്ശേരിയാണ്. താങ്കൾ പഠിച്ചതൊക്കെ? ഞാൻ NM കോളേജ് കല്ലിക്കണ്ടിയിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജോലിയോടൊപ്പമാണ് ചെയ്തത്. എന്തിലായിരുന്നു സ്പെഷ്യലൈസേഷൻ? ഞാൻ കൊമേഴ്സാണ്. കൊമേഴ്സാണ്. ഓക്കെ. പഠനം കഴിഞ്ഞ് ആദ്യമായി ജോലി കിട്ടിയ എവിടെയാണ്? ഞാൻ കോയിൻകോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു ആദ്യം. കോഴിക്കോട്. ഒരു ഓട്ടോമൊബൈലും ഇതൊക്കെ ഉള്ളതാണ്? യെസ്. അവിടെ എന്തായിട്ടാണ്? ഞാനവിടെ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത്. അത് നന്നായി പോയോ? തീർച്ചയായും. ഓക്കെ. ആ കമ്പനിയിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് എക്സ്പീരിയൻസും കിട്ടി. കഴിഞ്ഞ പിന്നെ എങ്ങനത്തെ? ഞാൻ ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായി മാറി. ഞാൻ പിന്നീട് ദുബായിലേക്ക് മാറുകയാണ്. 2003. അവിടെ നിന്ന് എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? അവിടെ ഏകദേശം 3 വർഷം ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞ് പ്രവാസിയാവാൻ തീരുമാനിച്ചു? തീർച്ചയായും. മലബാറുകാരുടെ ഒരു പ്രത്യേകതയാണ് പ്രവാസി, അല്ലേ? പ്രവാസ ലോകത്തേക്ക് വരിക. വിസിലാണോ വന്നത്? ഞാൻ വിസിലായിരുന്നു വന്നത്. ഇവിടെ വന്ന് ആദ്യ ജോലി ഒരു കമ്പനിയിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടായിരുന്നു കയറിയിരുന്നത്. അവിടുന്ന് സീനിയർ അക്കൗണ്ട് ആവുകയും അങ്ങനെ പടിപടിയായി ഉയർന്നു വന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ജോബ് ചേഞ്ച് ചെയ്തു. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. സീനിയർ അക്കൗണ്ടൻ്റ്. ഓക്കെ. അവിടെ നിന്നാണ് താങ്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആ സീനിയർ അക്കൗണ്ടൻ്റ് ആയ താങ്കൾ നല്ലൊരു പെർഫോമർ ആയിരുന്നു. തീർച്ചയായും. അപ്പോൾ എന്തൊക്കെ ചെയ്തു കൂട്ടി അവിടെ? ഞാൻ അക്കൗണ്ടിങ് ഡിവിഷൻ മാത്രമായിരുന്നില്ല, ഓപ്പറേഷൻസിലായാലും HR കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്നവരൊക്കെ ചെയ്തു. കമ്പനിയിൽ തുടങ്ങുന്ന കാലത്ത് പല ആൾക്കാരും അവിടുന്ന് പറഞ്ഞു ശമ്പളം കിട്ടാൻ വൈകും. ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു, ശമ്പളം കിട്ടിയാൽ വൈകിയാലും സാരമില്ല, ഐ എം ഹാപ്പി. എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട്, എനിക്ക് ഇത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് എൻ്റെ ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ജോലിയായിരിക്കും ഇത്. ഇതിനുശേഷം ഞാനൊരു ബിസിനസ്സുകാരനായി മാറും എന്ന് തീരുമാനം എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവസരങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. ആ അവസരത്തിലാണ് ആ കമ്പനിയിൽ ഇവിടുത്തെ ടെലികോം പ്രൊവൈഡേഴ്സിൻ്റെ ചാനൽ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്ത 10 കമ്പനിയിൽ ഒരു കമ്പനി ഞങ്ങളുടെ കമ്പനിയായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഫൈനാൻസ് മാനേജറായി മാറിയിരുന്നു കമ്പനിയുടെ. എൻ്റെ ഈ ജോലി കളയാതെ ഞാൻ ഈ ഡിവിഷൻ കൂടെ കൈകാര്യം ചെയ്തോട്ടെ എന്ന് വെച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ, വൈ നോട്ട്. കാരണം സെയിൽസിലേക്ക് പോകാൻ ആർക്കും മടിയായിരിക്കും.
ഞാൻ ആ ചാലഞ്ച് ഏറ്റെടുത്തു. ടെൻഷനുള്ള ജോലിയാണ്. ടെൻഷനുള്ള ജോലിയാണ്, പണി പെട്ടെന്ന് പോകുന്ന ജോലിയാണ്. ആളുകൾക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കില്ല. പിന്നീട് സെയിൽസിൻ്റെ പ്രഷർ അതൊന്നും പലർക്കും താങ്ങാൻ പറ്റാറില്ല. പലരും തിരിച്ച് ഒരു കംഫർട്ട് സോണിലേക്ക് പോകും. പക്ഷെ ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് ഞാൻ ഈ ഒരു സാധനത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ടെലികോമിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് നന്നായി പഠിച്ച് ഒരു 250 ആളുകളിൽ മേലെയുള്ള ഒരു ടീമാക്കി എൻ്റെ സ്ഥാപനത്തെ കൊണ്ടുപോകും. സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്ത് 250 ടീം മെമ്പേഴ്സ് ആക്കി കളഞ്ഞു. എടുക്കണാണ്. 5 വർഷത്തോളം എൻ്റെ കമ്പനി അൺബീറ്റബിൾ ആയിരുന്നു. മാർക്കറ്റിൽ ഏത് കോമ്പറ്റീഷൻ വെച്ചാലും എൻ്റെ കമ്പനി, അതായത് സർവീസ് പ്രൊവൈഡർ എന്ത് കോമ്പറ്റീഷൻ വെച്ചാലും നിങ്ങളാണ് നമ്പർ 1 ആവുക. അതിലെന്തോ കാറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് താങ്കൾ. അന്ന് ഒരു ഓഡി Q7 അനൗൺസ് ചെയ്തിട്ട് അതിൻ്റെ മാനേജർ പറഞ്ഞോട് പറഞ്ഞു, ദിസ് ഇസ് ഓഡി Q7 ആൻഡ് ദിസ് ഇസ് നോട്ട്, യു ആർ നോട്ട് ഗോണ ടേക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞു കർക്ക് ദിക്കായക. അങ്ങനെ ആ 2 കാറും ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടിയെന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നീട് എന്ത് സംഭവിച്ചു അവിടെ? പിന്നീട് അടുത്ത ടെലികോം പ്രൊവൈഡറുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഐ ബിക്കം ദ പാർട്ട്ണറായി, കമ്പനിയുടെ പാർട്ട്ണറായി. ഞാനും പഴയ കമ്പനിയുള്ള ഇതുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി. ആൻഡ് വിത്തിൻ 6 months അഗെയിൻ വി ബിക്കം ദ നമ്പർ 1. അങ്ങനെ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ചേഞ്ചസ് ഈസ് റിക്വയർഡ്. അങ്ങനെ ഞാനൊരു മാറ്റം ആഗ്രഹിച്ചു. ഞാൻ അവിടുന്ന് ഇറങ്ങി വേറൊരു കമ്പനിയിൽ സ്വന്തമായി തുടങ്ങി. എന്ത് ബിസിനസ്സാണ്? സെയിം ടെലികോം ബിസിനസ്. അതിലും ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അന്ന് എത്ര പേരുണ്ടായിരുന്നു? അന്നൊരു 60 ആൾക്കാരുടെ ടീം ഉണ്ടായിരുന്നു. റിസ്ക് എടുത്ത് പുറത്തേക്ക്. തീർച്ചയായും അതെ, കുറെ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ആ ടെലികോം ബിസിനസ് തന്നെയായിരുന്നു. അപ്പൊ അതിൽ തന്നെയാണ് വീണ്ടും. അതെ അതെ അതെ, എന്റെ തലയിൽ ഈ അക്കൗണ്ട്സ് കൂടാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ടെലികോം ആയിരുന്നു. എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന സംഗതി എന്നുള്ള വിശ്വാസത്തിൽ ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് കൊറോണ സമയം, ആ റിസഷൻ സമയത്തേക്ക് എന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്നുള്ള രീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഈ ബിസിനസ്സൊക്കെ വളരെ ടഫായി തീർന്നിട്ടുണ്ടാവും. തീർച്ചയായും ഓരോ ബിസിനസ്സിനും ഓരോ കാലഘട്ടമുണ്ട്. നമ്മൾ ഇമോഷണലി അറ്റാച്ച് ആവാതിരിക്കുക ബിസിനസ്സിൽ. നമ്മൾ എപ്പോഴും വി ഷുഡ് ബി റെഡി ടു റീസ്റ്റാർട്ട് എവരിതിങ്. എല്ലാവരും ലോകം സ്റ്റാൻഡ് സ്റ്റിൽ ആയ സമയമാണ്. അതെ അതെ. കഴിഞ്ഞ ദിവസം CJ റോയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ 16 മണിക്കൂർ ജോലി ചെയ്യും, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ദിവസം മാക്സിമൈസ് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാറുള്ളൂ. അതിനുശേഷം ഞാൻ എപ്പോഴും റെഡിയാണ് അടുത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഓരോ എൻ്റർപ്രണേഴ്സും ഇമോഷണലി അറ്റാച്ച് ആവാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ റെഡി ആയിരിക്കണം. അങ്ങനെ പല സംഗതികളും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ട്രേഡിംഗ് കമ്പനീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജേണി റിയൽ എസ്റ്റേറ്റിലെത്തിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റിലെത്തിയതാണ്. റിയൽ എസ്റ്റേറ്റിൽ ഞങ്ങൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നത്? വൈ റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് വിച്ച് പീപ്പിൾ ക്യാൻ ട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ് ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് ദം ടു മേക്ക് മണി ഫോർ ദം. അതാണ് അവരെ പണം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും. ശരി, എന്താണ് ഈ ബിസിനസ് മോഡൽ? എന്താണ് സ്ഥാപനത്തിന്റെ പേര്? എൻ്റെ കമ്പനിയുടെ പേര് അസറ്റ് വേൾഡ് പ്രോപ്പർട്ടീസ് എന്നാണ്. അസറ്റ് വേൾഡ് പ്രോപ്പർട്ടീസ്. യെസ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ സേവനങ്ങൾ? ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ഡെവലപ്പേഴ്സിൻ്റെയും പ്രോജക്ട്സ് സെല് ചെയ്യണു. അതായത് ദുബായ് ആസ്ഥാനമാക്കിയാണ്? UAE-യിലാണോ? UAE ആസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ മേജർ ഡെവലപ്പേഴ്സിൻ്റെയും പ്രോജക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ സ്ഥാപനം ചെയ്യുന്നത്. ആളുകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പെയിൻ പോയിന്റ് എന്നത്, ഞാനടക്കം ഫേസ് ചെയ്യുന്ന ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റെന്റലാണ്. നമ്മുടെ ഇൻകത്തിൻ്റെ മെജോറിറ്റി പാർട്ട് പോകുന്നത് റെന്റലിനാണ്. ആൻഡ് ഈ റെന്റൽ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. കറക്റ്റ്. അത് ദാറ്റ്സ് ആൻ എക്സ്പെൻസ്. ഞാൻ അതിൽ ഒരു ബിസിനസ് കാണുന്നു. കാരണം ആളുകൾക്ക് ഈ റെന്റൽ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അവർ റെന്റൽ കൊടുക്കുന്നതിന് പകരം ദേ ഇൻവെസ്റ്റ് ടു മേക്ക് ദർ അസറ്റ് എന്നുള്ളതാണ്. അവർക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 10,000-15,000 ദിറംസ് ശമ്പളം വാങ്ങുന്ന ആൾക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോയി തുടങ്ങിയിട്ട് അവർക്ക് ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് നാട്ടിൽ കിട്ടുന്ന, നമ്മൾ സാധാരണ ഇവിടുന്ന് പൈസ ഉണ്ടാക്കി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നതിനെക്കാട്ടിയും ഒരു 3 ഇരട്ടിയെങ്കിലും ഇവിടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. ഇതിന്
അപ്രീസിയേഷൻ മാത്രമുള്ള സംഗതിയാണ്. ഇത് താഴോട്ട് പോകുന്ന പ്രവണതകൾ ഇവിടെ വളരെ കുറവാണ്. ഇവിടെ രണ്ട് പ്രാവശ്യമാണ് പ്രോപ്പർട്ടിയുടെ പ്രൈസ് താഴോട്ട് പോയത്. അത് 2008 റെസിഷൻ്റെ സമയത്തും കൊറോണ സമയത്തും. പക്ഷേ ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് തിരിച്ചു വന്ന ഒരു രാജ്യം UAE ആണ്. കറക്റ്റാണ്. അത് റെസഷൻ ആയാലും ശരി, കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായാലും ശരി. അപ്പം നമുക്ക് ഏറ്റവും വിശ്വസിച്ചുകൊണ്ട്, ഇവിടുത്തെ ഭരണാധികാരികളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം. ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ. ഇല്ല, ഇതിൽ നമ്മൾ ഒരുമിച്ചൊന്നും കാശ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓഫ് പ്ലാൻ എന്ന് പറയുന്ന ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ കൊടുക്കുന്ന പ്രൊജക്ട്സ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അതിൽ ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അത് കൊടുത്ത് അവർക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൺ അപ്പാർട്ട്മെന്റ് മിനിമം ഒരു 500,000 മുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ എത്ര തൊട്ട്? ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ 1.4 crores റേഞ്ചിലാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്. 1.5 കോടി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന ഒരാൾക്ക് എന്ത് റിട്ടേൺ കിട്ടും? അവർക്കൊരു 15 lakhs ഇയർലി റിട്ടേൺസ് കിട്ടാം. ഓക്കെ, അത്രയും റിട്ടേൺ 15 lakhs ആണ് അവരുടെ റിട്ടേൺ. അഷ്യൂർഡ് ആണ് അത്. അഷ്യൂർഡ് ആണ്. അപ്പൊ ഇത് അത്രയ്ക്കും റെന്റൽ ഉണ്ട് ഇവിടെ. തീർച്ചയായും. ദുബായ് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദുബായിലാണെങ്കിൽ യെസ്, ഒരു 45,000 to 60,000 അതിന് മേലെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഒരു സ്റ്റുഡിയോന് പോലും. ഇവിടെ ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കുള്ള അനുസരിച്ചിട്ടുള്ള ഫ്ലാറ്റുകൾ ഇല്ല എന്നുള്ളതാണ്. ലഭ്യത കുറവാണ്. അപ്പോൾ ഇപ്പം ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്താൽ പോലും അത് മതിയാവില്ല. ഇനി ഷോർട്ടേജ് ആയിരിക്കും. അപ്പോൾ അവിടെ എപ്പോഴും ഒരു അവസരമുണ്ട്. നമ്മുടെ അപ്രീസിയേഷൻസ് ഉണ്ടാവാം, റെന്റൽ എപ്പോഴും ഉണ്ടാവാം. കാരണം ഇപ്പോൾ 4 million ആൾക്കാരാണ് ദുബായിൽ ഉള്ളത്. ഇൻ നിയർ ഫ്യൂച്ചറിൽ അത് 7 million പോകും. അപ്പോൾ വീണ്ടും ഇപ്പോഴുള്ള ആൾക്കാർക്ക് തന്നെ ഇല്ല, അതിൻ്റെ കൂടെ ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്ക് കൂടെ ഇവിടെ പ്രോപ്പർട്ടി ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റെന്റൽ ഇൻകം അഷ്യൂർഡാണ്, നമ്മുടെ ഇൻകം അഷ്യൂർഡാണ്, അപ്രീസിയേഷൻ അഷ്യൂർഡാണ്. ഇതാണ് റിയൽ എസ്റ്റേറ്റ് കൊണ്ടുള്ള ഒരു ഗുണം. നമുക്ക് റിയൽ എസ്റ്റേറ്റ് തിരിച്ചു വരാം. ആക്ച്വലി ഇപ്പൊ പറഞ്ഞ ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഒരു പ്രത്യേകത, നമ്മളത് റീസെല് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് വേറെ ടാക്സ് ഇല്ല. ഇവിടെ റീസെയിൽ ചെയ്യുമ്പോഴും ടാക്സ് ഇല്ല, വാങ്ങുമ്പോഴും ടാക്സ് ഇല്ല. ഇപ്പോൾ 1.5 കോടിക്ക് ഒരാൾ വാങ്ങിച്ച പ്രോജക്റ്റ് അല്ല പ്രോഡക്റ്റ്, അത് പിന്നീട് മറച്ചു വെക്കുമ്പോൾ അത് 2 കോടിക്ക് വിറ്റാലും ഈ ഡിഫറൻസ് 50 ലക്ഷം രൂപയ്ക്ക് വേറെ ടാക്സ് വരുന്നത്. നോ ടാക്സ്. അത് മാത്രമല്ല, ഇവിടുന്ന് കിട്ടുന്ന റെന്റലിനും നോ ടാക്സ്. റെന്റൽ ഇൻകത്തിന് ടാക്സ് ഇല്ല, നോ ടാക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് നിരവധി പേര് ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതൊരു വലിയ ബൂമിംഗ് മാർക്കറ്റാണ്. തീർച്ചയായും ആളുകൾ വളരെ താല്പര്യത്തോടുകൂടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നതുപോലെ. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു 3-5 ആൾക്കാരൊക്കെ കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കുറച്ച് ഒരു ശമ്പളം കുറവുള്ള ആളുകൾക്ക് പോലും ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പ്ലാനിങ്ങിനോടുകൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ EMI അടയ്ക്കുകയാണ്, അവർക്ക് EMI അടക്കണം. അപ്പം 4 ആൾക്കാർ പ്രോപ്പർട്ടീസും ഉണ്ട്. യെസ്. അത് മാത്രമല്ല, വേറൊരു പ്രോപ്പർട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ റിസ്വാൻ സാജന്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റിസ്വാൻ സാജൻ പറഞ്ഞ 1% പെർമനന്റ് പ്ലാൻ, ധനൂപിന്റെ ചെയർമാൻ. യെസ്, ധനൂപിന്റെ ചെയർമാൻ പറഞ്ഞതുപോലെ 1% പേയ്മെന്റ് പ്ലാൻ, ഇറ്റ് ഈസ് മേക്കിംഗ് എവറിബഡി ടു ഇൻവെസ്റ്റ്. എല്ലാ ആളുകൾക്കും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അതിൽ സൃഷ്ടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, 30% പോസ്റ്റ് ഹാൻഡ് ഓവേഴ്സ് കിട്ടുന്ന പ്രൊജക്റ്റുകളുമുണ്ട്. നിങ്ങൾ പ്രൊജക്റ്റ് കിട്ടിയതിന് ശേഷം, നിങ്ങൾ അവിടെ താമസിക്കുന്നതിന് ശേഷം, അല്ലെങ്കിൽ റെന്റ് ഔട്ട് ചെയ്തതിന് ശേഷം പിന്നീട് 30 മാസത്തേക്ക് വീണ്ടും ഈ റെന്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യവും ഇവിടെയുണ്ട്. താങ്കൾ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ്. യെസ്, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ താങ്കൾ പറഞ്ഞത് ദുബായ് പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായും. ഇന്നത്തെ കാലത്ത് ഇസ് ഇറ്റ് സേഫ്? ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ UAE? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റാണ്. ഇപ്പം നമ്മൾ പല ആളുകളും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് ചെയ്യുമ്പം 2 സാധ്യതകളുണ്ട്. ലാഭം ഉണ്ടാവാം, നഷ്ടം സംഭവിക്കാം. ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒന്നുമില്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ടാവാം.
പക്ഷേ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം സ്റ്റേബിൾ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല സമയങ്ങളിൽ നമുക്ക് നല്ല സാലറി കിട്ടുന്ന സമയത്ത് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ തലമുറക്കും കൈമാറാൻ പറ്റുന്ന ഒരു സ്വത്ത് ഉണ്ടാക്കാൻ ഇവിടെ അതിനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. ഇത് 100 yearsന് മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറക്ക് മുഴുവനും കൈമാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് 2 million മേലെയാണെങ്കിൽ ഗോൾഡൻ വിസ തരുന്നുണ്ട്. ഗോൾഡൻ വിസയുടെ പ്രിവിലേജസ് ഒരുപാടുണ്ട്. 2 million എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ 5 crores, അപ്രോക്സിമേറ്റ്ലി 5 crores ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഗോൾഡൻ വിസ കിട്ടും. ഈ ഗോൾഡൻ വിസ കിട്ടുമ്പോൾ അതിന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. 10 വർഷത്തിലൊരിക്കലാണ് അതിന്റെ റിന്യൂവൽ ആവശ്യമുള്ള. ഓട്ടോമാറ്റിക് ഫാമിലിക്ക് മുഴുവൻ കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഇവിടെ നൽകുന്നുണ്ട്. ഏത് രാജ്യത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ്. യു കൻ സേ സെന്റർ ഓഫ് എവറി നാഷൻ. ഏകദേശം ഒരു 190 രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തുന്ന സ്ഥലമാണ്. നമ്മൾ പ്രത്യേകത കണ്ടത്, നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ള പ്രമുഖ ബിൽഡേഴ്സൊക്കെ ഇവിടെ വന്ന് അവരുടെയും പ്രോപ്പർട്ടി ഡെവലപ്മെന്റും അവരുടെയും പ്ലാനുകൾ, അവരുടെയും പ്രോജക്റ്റുകൾ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും കൺസ്ട്രക്ഷനിലുണ്ട്. അതെ, ഇവിടെ ഇഷ്ടം പോലെ ഡെവലപ്പേഴ്സ് ഇപ്പം വരികയാണ്. പുതിയതായിട്ട് എല്ലാ രാജ്യങ്ങളിലുള്ള ഡെവലപ്പേഴ്സും ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് മാത്രമേ, ടോപ്പ് 20 ഉള്ള ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് കൊടുക്കാറുള്ളൂ. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഡെവലപ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ആളുകൾക്ക് റെഫർ ചെയ്യാറുള്ളൂ. കാരണം നാളെ ഒരു സെയിൽ കൊണ്ട് നിർത്തേണ്ടതല്ല, നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പം ഹാപ്പിയായ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യേണ്ടതും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യമാണ്. ഇതിൽ വിശ്വാസ്യതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ കൊടുക്കുന്ന പ്രോജക്ട്സിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഷുവറിറ്റിയുള്ള പ്രോജക്റ്റ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അവിടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഈ കണ്ട കോൺവെർസേഷൻ മുഴുവൻ റിയൽ എസ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു വ്യക്തി എസ്പെഷ്യലി UAE വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ലീഗൽ ടേംസ് എന്തൊക്കെയായിരിക്കും നമുക്കതിൽ ഇൻവോൾവ് ആവുക? ആ പ്രോസസ്സ് എങ്ങനെയാണ്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ UAE ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാണ്. ഓക്കെ, ഗവൺമെൻറ് മോണിറ്റേഡ് ആണ് ഓരോ ഡെവലപ്പറും. പിന്നെ ഇവിടെ ഒരു എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ പേരിലുള്ള, ഇപ്പം ലെറ്റ്സ് സേ ABC ഡെവലപ്പർ എന്ന് പറയുന്നത് അവരൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു, ഏഷ്യ എന്നുള്ളൊരു പ്രൊജക്റ്റ്. ലെറ്റ്സ് സേ എസ്ക്രോ അക്കൗണ്ടിൻ്റെ പേര് ABC ഏഷ്യ എസ്ക്രോ അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ അക്കൗണ്ടിൽ മാത്രമേ നമ്മൾ പൈസ കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് 10 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിലേക്കാണ്, ഈ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. കാരണം ഇത് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ഡെവലപ്പേഴ്സിന് നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യാൻ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ പേരിലുള്ള എസ്ക്രോ അക്കൗണ്ടിലാണ് പൈസ അടക്കുന്നത്. കാരണം എസ്ക്രോ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡൈവേർട്ട് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഈ പ്രൊജക്റ്റിലില്ലാതെ പൈസ ചെലവഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സേഫാണ്. ഈ പ്രൊജക്റ്റിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പണം നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പുണ്ട്. രണ്ടാമത്തത്, ഇതൊക്കെയാണെങ്കിലും നല്ല ഡെവലപ്പറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവരവിടെ നിലനിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു പ്രാവശ്യം ഒരു പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകളായിരിക്കില്ല നല്ല ഡെവലപ്പേഴ്സ്. വെരി സ്ട്രോങ് ഡെവലപ്പേഴ്സിനെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പ്രോപ്പർട്ടി എപ്പോഴും നിലനിൽക്കണം, വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള പെർഫോം ചെയ്തിരിക്കുന്ന ഡെവലപ്പേഴ്സിനായിരിക്കണം. നല്ല ബിൽഡേഴ്സിനെ നോക്കി സെലക്ട് ചെയ്യണം. യെസ്, നല്ല ബിൽഡേഴ്സിനെ നോക്കി സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെന്റൽ ഇൻകത്തിനെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ പോലും UAE ഡെവലപ്മെന്റ്സിന്റെ പ്രോസസ്സ് വെരി ക്ലിയർ ആയിട്ട് അവരുടെ വെബ്സൈറ്റിലുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡെവലപ്മെന്റ് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് മെട്രോ ഇല്ല, അവിടെ മെട്രോ വരാൻ സാധ്യതയുണ്ട്. മെട്രോ ഇല്ലാത്തപ്പോഴുള്ള പ്രൈസ് വേറെ ആയിരിക്കും, മെട്രോ വന്നു കഴിഞ്ഞാലുള്ള പ്രൈസ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അപ്രീസിയേഷൻ കൂടുതലായിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അപ്രീസിയേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ആലോചിക്കേണ്ടതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്യണം. നമുക്ക്
ഇൻവെസ്റ്റ്മെന്റ് ടു മേക്ക് റെന്റൽ ഇൻകം ആണെങ്കിൽ എല്ലാ നമ്മുടെ താമസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വി വാണ്ട് ടു ലിവ് ദർ എന്നാണെങ്കിൽ അതിന് രണ്ട് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. താങ്കൾ ഈ സേവനം എത്ര പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്? ഒരുപാട് പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ജീവിതം മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പലരും ഒരു ഗ്രൂപ്പായി വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സും ഇത്തരം സാധ്യതകൾ തേടുന്നവരോട് അതിനകത്ത് എന്താ പറയാനുള്ളത്? നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും ദുബായ് റിയൽ എസ്റ്റേറ്റിലെ അവസരങ്ങൾ നോക്കി ഞങ്ങളെപ്പോലുള്ള അറിയുന്ന ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. കാരണം ഇത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അന്ന സമയത്ത് ചെയ്തില്ല? നല്ല സാലറി ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ എൻ്റെ വാപ്പ, നല്ല സാലറി ബിസിനസ് ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ എന്നുള്ളത്. ഇതൊരു സ്റ്റാബിൾ ഇൻകം തരുന്ന, നമുക്ക് നാട്ടിലിരുന്നുകൊണ്ട് 10-15 ലക്ഷം റുപ്യ ഒരു വർഷം സേഫ് ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബിസിനസ്സിൽ എല്ലാവരും ഒരു ശ്രമം നടത്തുന്നതാണ്. നിങ്ങൾ കേട്ടു അജുനാസ് കരപ്പറ എന്ന ഈ യുവ സംരംഭകൻ്റെ കഥ. അദ്ദേഹം നാട്ടിൽ പഠനശേഷം പ്രവാസിയായിട്ട് വന്നതാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടെ മികവ് പുലർത്തി അതിൻ്റെ പാർട്ട്ണർ വരെയായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല വേറെ എവിടെയോ ആയിരുന്നു. ആ കർമ്മമേഖല തിരിച്ചറിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ്. ഈ ലോകാവസാനം വരെ മനുഷ്യരാശിയുള്ളവരെ 3 ഇൻഡസ്ട്രി തകരില്ല. 1 പാർപ്പിടം, 2 വസ്ത്രം, 3 ഭക്ഷണം. അതിൽ പാർപ്പിടം, അതില്ലാതെ മനുഷ്യരില്ല. അത് വലിയ സാധ്യതകളാണ് ഇന്ന് UAE തുറന്നിടുന്നത്. ഞാൻ ഈ ദുബായിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പോലും ഞാൻ ഇന്ന് നിരവധി പേരെ കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിലെ സാധ്യതകൾ മനസ്സിലാക്കി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നമ്മൾ നേരിട്ട് പോകുന്നതിനേക്കാളും നല്ലതായിരിക്കാം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ചില ആൾക്കാരുമായി കണക്ട് ചെയ്ത് നല്ല ബിൽഡറെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അത്തരമൊരു സേവനമാണ് അജുനാസ് എന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. അജുനാസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ വളരെ ചെറിയ രീതിയിൽ വന്ന് ഇവിടെ വന്നൊരു ജൂനിയർ അക്കൗണ്ടന്റിൽ നിന്ന് ഒരു സംരംഭകനായി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധി കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് കൺട്രി. അപ്പോൾ അതിന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.